നല്ല ക്ലാസ് മുറികൾ വേണം, അധ്യാപകർ വേണം, കുടിക്കാൻ ശുദ്ധമായ വെള്ളവും ഭക്ഷണവും വേണം. ഇതെല്ലാം ആവശ്യപ്പെടുന്നത് നമ്മുടെ നാളെയുടെ തലമുറയാണ്. അതെ, ജെൻ ആൽഫ അഥവാ 2010 ശേഷം ജനിച്ച കുട്ടികൾ. ഡിജിറ്റൽ ലോകത്ത് ജനിച്ച് റീലുകളിലും ഓൺലൈൻ ഗെയിമുകളിലും മാത്രം ഒഴുകിയിരിക്കുന്ന ഒരു തലമുറയെന്ന് ഇവരെക്കുറിച്ച് കരുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. പറഞ്ഞു വരുന്നത് തങ്ങളുടെ മൗലിക ആവശ്യങ്ങൾക്കായി സ്കൂൾ ഗേറ്റുകൾ പൂട്ടി ഭരണകൂടങ്ങളുടെ കണ്ണു തുറപ്പിക്കുന്ന പുതിയ തലമുറയുടെ പോരാട്ടത്തെക്കുറിച്ചാണ്. കേവലം പാഠപുസ്തക പഠനം മാത്രമല്ല വിദ്യാഭ്യാസമെന്നും ആവശ്യത്തിന് അധ്യാപകരും ശുദ്ധമായ കുടിവെള്ളവും മാന്യമായ അന്തരീക്ഷവും തങ്ങളുടെ അവകാശമാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച് കുട്ടികൾ തെരുവിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. ഇനി കാര്യത്തിലേക്ക് കടക്കാം. സ്കൂളിൽ പഠിക്കാൻ വിദ്യാർത്ഥികളുണ്ട്, പക്ഷേ പഠിപ്പിക്കാൻ അധ്യാപകരില്ലെങ്കിൽ കുട്ടികൾ എന്ത് ചെയ്യണം? രാജസ്ഥാനിലെ ജലോറിലെ ഒരു സർക്കാർ സ്കൂളിൽ കണ്ടത് അതാണ്. ആകെയുള്ള 24 അധ്യാപക തസ്തികകളിൽ 13 എണ്ണവും മാസങ്ങളായി ഒഴിഞ്ഞുകിടക്കുകയാണ്. ഭാവി ഇരുളടയുമെന്ന് മനസ്സിലാക്കിയ വിദ്യാർത്ഥികൾ പിന്നെ ഒന്നും നോക്കിയില്ല. സ്കൂളിന്റെ മെയിൻ ഗേറ്റ് പൂട്ടിയിട്ട് വൻ സമരമങ്ങ് തുടങ്ങി. പഠിക്കാൻ അധ്യാപകരെ നൽകാതെ ഇനി സ്കൂൾ തുറക്കാൻ സമ്മതിക്കില്ലെന്ന് ആ കുരുന്നുകളങ്ങ് പ്രഖ്യാപിച്ചു. ഇനി ഉത്തർപ്രദേശിലേക്ക് വരാം. സമരവേദി ഫത്തേപൂരിലെ സർവോദയ ഇന്റർ കോളേജാണ്. 1-2 കുട്ടികളല്ല, 1500 വിദ്യാർത്ഥികളാണ് ഇവിടെ ഒന്നിച്ച് തെരുവിലിറങ്ങി സമരം ചെയ്തത്. എന്തായിരുന്നു അവരുടെ ആവശ്യമെന്നറിയാമോ? വൻ തുകയോ ആഡംബരങ്ങളോ ഒന്നുമല്ല. കുടിക്കാൻ ശുദ്ധമായ വെള്ളം, വൃത്തിയുള്ള ശുചിമുറികൾ, ചൂടിൽ ആശ്വാസമേകാൻ ക്ലാസ് മുറികളിൽ കറങ്ങുന്ന ഫാനുകൾ, കളിക്കാൻ ഗ്രൗണ്ട്. ഒരു വിദ്യാലയത്തിൽ ഉണ്ടാകേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ സൗകര്യങ്ങൾക്ക് വേണ്ടി 1500 കുട്ടികൾ തെരുവിൽ ഇറങ്ങേണ്ടി വരുന്നു എന്നത് നമ്മുടെ വിദ്യാഭ്യാസ വ്യവസ്ഥയുടെ നേർക്കാഴ്ചയല്ലേ? തീർന്നില്ല, തുടരുകയാണ്. ബീഹാറിലെ ഗയയിലെ ഒരു സ്കൂളിൽ കുട്ടികൾക്ക് കഴിക്കാൻ നൽകിയത് ഗുണനിലവാരമില്ലാത്ത മോശം ഉച്ചഭക്ഷണം. കൂടെ കുടിവെള്ളമില്ല, നല്ല ശുചിമുറികളുമില്ല. എന്നാൽ പരാതിപ്പെട്ട് മടുത്ത കുട്ടികൾ അടങ്ങിയിരുന്നില്ല. അവർ സംഘടിച്ചു. 4 കിലോമീറ്റർ നടന്നാണ് ആ കൊച്ചു കൂട്ടുകാർ സബ് ഡിവിഷണൽ ഓഫീസിലേക്ക് ശക്തമായ മാർച്ച് നടത്തിയത്. അവരുടെ ആ പോരാട്ടം വെറുതെയായില്ല. സംഭവം വലിയ വാർത്തയായതോടെ ജില്ലാ മജിസ്ട്രേറ്റ് അടിയന്തരമായി ഇടപെട്ടു. ഗുരുതരമായ വീഴ്ച വരുത്തിയ സ്കൂൾ ജീവനക്കാർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് അയക്കുകയും അവരുടെ ശമ്പളം തടഞ്ഞുവെക്കാൻ ഉത്തരവിടുകയും ചെയ്തു. ഇനി മഹാരാഷ്ട്രയിലേക്കാണ്. ഇവിടെയും വില്ലൻ അധ്യാപകരുടെ ഒഴിവുകൾ തന്നെ. മാസങ്ങളോളം പഠനം മുടങ്ങിയതോടെ മഹാരാഷ്ട്രയിലെ വിദ്യാർത്ഥികളും പ്രക്ഷോഭം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഒഴിവുകൾ അടിയന്തരമായി നികത്തണമെന്നും തങ്ങളുടെ ഭാവി വെച്ച് പന്താടരുതെന്നും അവർ ശക്തമായി ആവശ്യപ്പെട്ടു. ഈ സമരങ്ങൾ ഓരോന്നും വ്യക്തമാക്കുന്നത് ഒന്ന് മാത്രം: വിദ്യാഭ്യാസ രംഗത്തെ പോരായ്മകൾക്കെതിരെ ഇവിടുത്തെ കുരുന്നുകൾക്കിടയിൽ വലിയ ബോധവൽക്കരണം നടന്നു കഴിഞ്ഞു. അതായത് തങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ അവർ പ്രാപ്തരായെന്നു സാരം. അടങ്ങിയിരിക്കാനോ അനീതികൾ സഹിക്കാനോ ഇനി അവർ തയ്യാറല്ല. പഠിക്കാനുള്ള സൗകര്യം തങ്ങൾ ചോദിച്ച് തന്നെ വാങ്ങുമെന്ന പ്രഖ്യാപനമാണ് ഈ സമരങ്ങൾ ഓരോന്നും വിളിച്ചു പറയുന്നത്. അതെ, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാൻ അവർ സംഘടിക്കുകയാണ്.